ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്രോസൻ്റ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണൂ, അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ. ശരി, വീഡിയോ ഒന്ന് കാണാം. നമുക്ക് ഈ ക്രോസൻ്റ് നമ്മളാണെങ്കിൽ ഇപ്പം എത്ര എണ്ണം വേണോ അതുപോലെ. ഇതിപ്പോൾ ഞാൻ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 5 എണ്ണമാണ് വരുന്നത്. ഇത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ നടുക്കൂടെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ ക്രോസൻ്റ്. ഇപ്പം ഇത് നമ്മളിപ്പം ക്രോസൻ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ് ഇത്. അങ്ങനെ നമ്മൾ ഈ 5 എണ്ണവും ഇതുപോലെ നടുക്കൂടി ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കണം ആദ്യം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി. അങ്ങനെ നമ്മൾ ഈ 5 എണ്ണം ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്ത ശേഷം നമ്മളാണെങ്കിൽ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേയിൽ ഇതുപോലെ 5 എണ്ണവും എടുത്ത് വെക്കണം. ഇപ്പം ബേക്ക് ചെയ്യേണ്ട, നമ്മളിത് ആദ്യം ഈ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഇനി ഒരു നല്ല ഉണങ്ങിയൊരു പാത്രം എടുക്കണം. അതായത് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിലോട്ട് നമ്മളാണെങ്കിൽ 1 കപ്പ് ആൽമണ്ട് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ആൽമണ്ട് ഫ്ലോർ തന്നെ വേണം. എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വരും നമ്മുടെ പഞ്ചസാര. അത് ഇപ്പം പൊടിച്ച കുഞ്ഞ് അതായത് പൊടിഞ്ഞ പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളാണെങ്കിൽ ഇതിനകത്തോട്ട് ഒരു മുട്ട, എന്നിട്ട് ഇനിയിപ്പം വേണമെങ്കിൽ നമുക്ക് ഒരു മണത്തിന് നമ്മുടെ വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വരും. എന്നിട്ട് നമ്മൾ ഇതിൽ ഓരോ ക്രോസൻറ്റിനും ഹാഫായി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് നമ്മളിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം മധുരം വേണ്ടാത്തവർക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാം. അതായത് ഒട്ടും മധുരമൊന്നും ഇഷ്ടമല്ലാത്തവർക്ക്, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇതിന് മതിയാവും. അങ്ങനെ പിന്നെ ഇപ്പം മുട്ടയുടെ മഞ്ഞ ഇഷ്ടമല്ലാത്തവർക്ക് മുട്ടയുടെ വെള്ള മാത്രം ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഈ ആൽമണ്ട് ഇത് മൊത്തം ഇതുപോലെ ഈ ക്രോസൻറ്റിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നമുക്കിത് കഴിക്കാം, അല്ലെങ്കിൽ ഈവനിങ്, അതായത് വൈകിട്ട് സ്നാക്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളൊരു 170-ൽ ഒരു 10 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതായത് ഒരു 170 അല്ലെങ്കിൽ 10 to ഒരു 15 മിനിറ്റ്സ് മതിയാവും. നമ്മൾ നോക്കണം, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും വേണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാനാണെങ്കിൽ കുറച്ച് പിസ്താഷ്യോ ക്രഷ് ചെയ്തതാണ് ഇടുന്നത്. അതായത് ഇപ്പം അതല്ല, എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ചോക്ലേറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ബേക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിപ്പം ഞാനാണെങ്കിൽ പിസ്താഷ്യോ ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാത്തിലും പിസ്താഷ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിത് മടക്കി നമുക്കങ്ങ് കഴിക്കാം. ഇതുപോലെ മടക്കി നമുക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.